അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസുബ്ഹാനല്ലാഹിൽ അളീം വലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وأن محمدا عبده المصطفى ونبيه المجتبى ورسوله المرتضى وأنه خاتم الأنبياء وإمام الأتقياء وخليل رب العالمين. لكل دعوى النبوة بعده فغي وهوى وهو المبعوث إلى عامة الجن وكافة الورى. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, പ്രിയമുള്ള രക്ഷിതാക്കളെ, അള്ളാഹുവെ സൂക്ഷിച്ച് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ദീനിൻ്റെ പേരിൽ ഉണർത്തുകയാണ്. ഇവിടെ സ്വാഗതത്തിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമ്മളിൽ നിന്നും ഈ ആദർശ രംഗത്ത് നിന്ന് മരണപ്പെട്ടു പോയ ധാരാളം ആളുകൾ നമ്മുടെ പരിചയത്തിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കുകയും അവരെയും നമ്മളെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇതുപോലെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഒരു സ്വഹാബിയാണ് മാഇസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കാണാം, ഒരിക്കൽ അദ്ദേഹം പ്രവാചകൻ്റെ അരികിലേക്ക് വന്നുകൊണ്ട് പറയുന്നുണ്ട്, യാ റസൂലല്ലാ ത്വഹിരിനി, അള്ളാഹുവിൻ്റെ റസൂലെ എന്നെയൊന്ന് ശുദ്ധീകരിക്കണം, എന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇർജ മൈസേ, നീ തിരിച്ചു പോ, വസ്തഗ്ഫിരില്ലാ, നീ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്ത്, വതൂബ് ഇലൈഹി, നീ അള്ളാഹുവിനോട് തൗബ ചെയ്യും. അപ്പം അദ്ദേഹം എന്തോ ഒരു തെറ്റ് ചെയ്ത് ആ തെറ്റ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ വല്ലാതെ അസ്വസ്ഥമാക്കിയപ്പോൾ അതിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങാൻ അദ്ദേഹം പ്രവാചകൻ്റെ അരികിലേക്ക് വന്നതാണ്. അപ്പോൾ റസൂലുള്ളാഹി തിരിച്ചയച്ചപ്പോൾ കുറച്ചങ്ങോട്ട് പോയി, എന്നിട്ട് തിരിച്ചു വന്നുകൊണ്ട് വീണ്ടും പറഞ്ഞു, യാ റസൂലല്ലാ ത്വഹിരിനി, അള്ളാഹുവിൻ്റെ റസൂലെ എന്നെ ശുദ്ധീകരിക്കണം. റസൂലുള്ളാഹി വീണ്ടും അതേ മറുപടി, മാഇസേ ഇർജ, നീ തിരിച്ചു പോ, വസ്തഗ്ഫിരില്ലാ, നീ ഇസ്തിഗ്ഫാർ ചോദിക്ക്, വതൂബ് ഇലൈഹി, നീ അള്ളാഹുവിനോട് തൗബ ചെയ്യും. മാഇസ് റളിയല്ലാഹു അൻഹു വീണ്ടും കുറച്ചകലേക്ക് പോയി, വീണ്ടും റസൂലിൻ്റെ അരികിലേക്ക് വന്നുകൊണ്ട് പറയാണ്, യാ റസൂലല്ലാ ത്വഹിരിനി, അള്ളാഹുവിൻ്റെ റസൂലെ എന്നെ ശുദ്ധിയാക്കണം, എന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കണം, ചെയ്തു പോയ തെറ്റ് അതിൻ്റെ ശിക്ഷ നടപ്പിലാക്കി അള്ളാഹുവിൻ്റെ മുന്നിൽ എന്നെ പാപമുക്തനാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ തിരിച്ചയച്ചും തിരിച്ചു പോകാതെ മാഇസ് റളിയല്ലാഹു അൻഹു വന്നപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, ഫീമ ഉത്വഹിറുക്, മാഇസ, എന്തിൽ നിന്നാണ് നിന്നെ ഞാൻ ശുദ്ധിയാക്കേണ്ടത്? ഇത്ര തവണ തിരിച്ചയച്ചിട്ടും തിരിച്ചു പോകാത്ത മാഇസ്, നിൻ്റെ ഹൃദയത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഇത്ര വലിയ തെറ്റെന്താണ്? അദ്ദേഹം പറഞ്ഞു, മിനസ്സിന, റസൂലെ വ്യഭിചരിച്ചു പോയി, എൻ്റെ റബ്ബിന് ഇഷ്ടമില്ലാത്തൊരു ബന്ധം
ഒരു അന്യ സ്ത്രീയുമായി സംഭവിച്ചു, അതുകൊണ്ട് എറിഞ്ഞു കൊല്ലണം എന്നാണ് അദ്ദേഹം വന്ന് ആവശ്യപ്പെടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിച്ചു, അശരീബൽ ഖംർ, സ്വഹാബ മായിസ് മദ്യപിച്ചിട്ടുണ്ടോ? നിങ്ങൾ നോക്ക്, കള്ള് കുടിച്ച് ബോധമില്ലാതെ സംസാരിക്കുകയാണോ? സ്വഹാബത്ത് ഇങ്ങനെ പോയിട്ട് മണത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഇല്ല റസൂലേ, ആ രൂപത്തിലുള്ള മണമൊന്നും ഗന്ധമൊന്നും മായിസിൽ നിന്നില്ല. റസൂലുള്ളാഹിയുടെ രണ്ടാമത്തെ ചോദ്യം, ആ ബിഹി ജുനൂൻ, മായിസിന് ഭ്രാന്ത് ബാധിച്ചിട്ടുണ്ടോ? മാനസിക നില തെറ്റി, മനോനില തെറ്റി, ആ രൂപത്തിലുള്ള സംസാരമാണോ? സ്വഹാബാക്കൾ പറഞ്ഞു, അല്ല റസൂലേ, ഇന്നഹു ലൈസ ബിമജ്നൂൻ, ആ രൂപത്തിലുള്ള പ്രശ്നങ്ങളൊന്നും മായിസിനില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദ്യം ആവർത്തിച്ചു, അസനൈത്, മായിസേ നീ വ്യഭിചരിച്ചോ? നീ വ്യഭിചരിച്ചു എന്ന് നിനക്ക് ഉറപ്പാണോ മായിസ്? 3 തവണ തിരിച്ചയച്ചിട്ടും തിരിച്ചു പോകാതെ ഒരു പിഞ്ചു കുഞ്ഞിനെപ്പോലെ എൻ്റെ മുന്നിൽ നിൽക്കുന്ന മായിസ്, അസനൈത്, നീ വ്യഭിചരിച്ചു എന്ന് ഉറപ്പാണോ? അദ്ദേഹം പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, അത് റസൂലെ വ്യഭിചരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുഴി കുഴിക്കാൻ പറയുകയും സ്വഹാബി അതിലേക്ക് ഇറക്കി നിർത്തുകയും സ്വഹാബത്ത് കല്ലെറിഞ്ഞ് ശിക്ഷ നടപ്പിലാക്കുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണാം. പ്രിയമുള്ളവരെ, ഇതൊരു ദീർഘമായ ചരിത്രമാണ്. ഞാൻ ആ ചരിത്രം സൂചിപ്പിച്ചത് ഒരുപാട് ഗുണപാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനുള്ള ഒരു ചരിത്രമാണത്. യഥാർത്ഥത്തിൽ ആ ഹദീസ് മുഴുവൻ വായിക്കുമ്പോൾ കണ്ണ് നനയാതെ നമുക്ക് വായിക്കാൻ കഴിയില്ല. മായിസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആരും അറിയാതെ ചെയ്ത ഒരു തെറ്റ്, മാലോകരറിയാതെ, സ്വഹാബത്തറിയാതെ, പ്രവാചകനറിയാതെ, ആരും അറിയാതെ ചെയ്തു പോയ ഒരു തെറ്റ്. ഇനി അത് ആരും അറിയാനും പോകുന്നില്ല. പക്ഷെ അദ്ദേഹം റസൂലുള്ളാഹിയുടെ അരികിലേക്ക് വന്ന് ആ തെറ്റ് ഏറ്റുപറഞ്ഞ് ശിക്ഷ നടപ്പിലാക്കുമ്പോൾ എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ഒരു വിചാരം? അത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് അദ്ദേഹം വരുമ്പോൾ ഈ തെറ്റ് പൊറുക്കപ്പെടാതെയാണ്, ഈ തെറ്റ് മായ്ക്കപ്പെടാതെയാണ് ഞാൻ മരണപ്പെട്ടു പോകുന്നത് എങ്കിൽ എൻ്റെ മരണാനന്തരം റബ്ബിൻ്റെ മുന്നിലുള്ള എൻ്റെ നൃത്തം, എൻ്റെ വിചാരണ, എൻ്റെ ഖബർ ജീവിതം, ഇതെല്ലാം ഭയാനകരമായിരിക്കുമല്ലോ എന്നാലോചിച്ചപ്പോൾ റസൂലുള്ളാഹിയുടെ അരികിൽ വന്ന് അദ്ദേഹം ശിക്ഷ ഏറ്റുവാങ്ങാണ്. പ്രിയമുള്ളവരെ, ഞാൻ സൂചിപ്പിച്ച് വരുന്നത് ഈ ചിന്തയാണ് നമ്മുടെ ജീവിതത്തെ നയിക്കേണ്ടത്. ഞാൻ പറഞ്ഞത് ഈ ചിന്ത നമുക്ക് ഉണ്ടാവണമെന്നല്ല, ഈ ചിന്തയാണ് നമ്മുടെ ജീവിതത്തെ നയിച്ചു കൊണ്ടുപോകേണ്ടത്. നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിൽ ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഒരു ദിവസം വരാനുണ്ട്. 4 കാലുള്ള മയ്യത്ത് കട്ടിലിൽ നമ്മളെ കടത്തി വീടിൻ്റെ മുറ്റത്തൊരു പന്തൽ വലിച്ചു കെട്ടി ആളുകൾ നമ്മെ സന്ദർശിക്കാൻ വേണ്ടി വന്ന്, ആളുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചും കരഞ്ഞും ആളുകൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന, നമ്മൾ മയ്യത്താകുന്ന, തണുത്തുറഞ്ഞ ശരീരമായി നമ്മൾ മാറുന്ന ഒരു ദിവസം വരാനുണ്ട്. ആ ഒരു ചിന്തയായിരിക്കണം നമ്മുടെ ജീവിതത്തെ നയിച്ചു കൊണ്ടുപോകേണ്ടത്. ആ ചിന്ത ജീവിതത്തിലുടനീളം ഉണ്ടാകുമ്പോൾ ഹറാമുകളിലേക്ക് നോക്കുവാൻ, ഹറാമ് സംസാരിക്കുവാൻ, ഹറാമ് കേൾക്കുവാൻ, ഹറാമിൻ്റെ ഇടപാടുകൾ നടത്തുവാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സാധിക്കുകയില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ ലോകത്തിലേക്ക് വന്നത് ഒരാളുടെയും സമ്മതമില്ലാതെയാണ്. ഇന്ന തറവാട്ടിൽ ജനിക്കണമെന്നോ, ഇന്ന നാട്ടിൽ ജനിക്കണമെന്നോ, ഇന്ന ആളുടെ മകനായി ജനിക്കണമെന്നോ, ഇതൊന്നും നമ്മൾ തീരുമാനിച്ചതല്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൊണ്ടുവന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കി, 200 വർഷം മുമ്പേ, ഒരു 300 വർഷം മുമ്പ്, ഒരു 400 വർഷം മുമ്പ് ഞാൻ ആരായിരുന്നു? നമ്മുടെ അഡ്രസ്സ് എന്തായിരുന്നു? നമ്മളെവിടെയായിരുന്നു? ഓർക്കപ്പെടാൻ കഴിയാത്ത, പറയപ്പെടാൻ കഴിയാത്തൊരു കാലഘട്ടം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ഇൻസാനിൻ്റെ 1-ാമത്തെ ആയത്തിൽ പറഞ്ഞത്, ഹൽ അത്താ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറാ. ഹൽ അത്താ അലൽ ഇൻസാൻ, മനുഷ്യന് കഴിഞ്ഞു പോയിട്ടില്ലയോ? ഹീനും മിനദ്ദഹ്ർ, കാലത്തിൽ നിന്നുള്ള ഒരു കാലഘട്ടം അവന് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകത ലം യകുൻ ശൈഅൻ മദ്കൂറ, എന്തായിരുന്നു എന്നോ, ആരായിരുന്നു എന്നോ, എങ്ങനെയായിരുന്നു എന്നോ ഓർക്കപ്പെടാൻ പോലും കഴിയാത്തൊരു കാലഘട്ടം. ഇന്ന് എനിക്കും നിങ്ങൾക്കൊരു അഡ്രസ്സ് ഉണ്ട്, നമുക്കൊരു പേരുണ്ട്, നമുക്കൊരു തറവാടുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, ഒരു 100 വർഷം മുമ്പ്, 200 വർഷം മുമ്പ് നമുക്ക് എന്തായിരുന്നു? ആ ഒരു അവസ്ഥയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടുവന്നുവെങ്കിൽ ഇതുപോലെ നമ്മോട് ചോദിക്കാതെ,
നമ്മോട് പറയാതെ, നമ്മുടെ സമ്മതം ചോദിക്കാതെ, എവിടെ വെച്ചാണ് എന്ന് പോലും അറിയിക്കാതെ, ഏത് രൂപത്തിലാണ് എന്ന് പോലും അറിയിക്കാതെ ഒരു മരണവും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ മരണത്തിന് മുന്നിൽ കിടന്നു കൊടുക്കുക എന്നല്ലാതെ അതിൽ നിന്ന് രക്ഷപ്പെടാനോ അതിൽ നിന്ന് ഒഴികഴിവുകൾ പറഞ്ഞ് മാറി നിൽക്കാനോ നമുക്ക് സാധിക്കില്ലല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ, നാളെ എന്ത് ചെയ്യും പറയാൻ കഴിയൂല. ഇവിടേക്ക് നമ്മൾ വന്നത് വാഹനത്തിലാണ് എങ്കിൽ, നമ്മൾ സ്വയം ഡ്രൈവ് ചെയ്തിട്ടാണ് എങ്കിൽ, കാൽനടയായി നടന്നിട്ടാണ് എങ്കിൽ, നമ്മൾ ധരിച്ച വസ്ത്രം ധരിച്ചിട്ടാണ് എങ്കിൽ, പ്രിയമുള്ളവരെ ഇവിടെ നിന്ന് പോകുന്നത് നമ്മൾ ഡ്രൈവ് ചെയ്തിട്ടാണ് എന്ന് പറയാൻ സാധിക്കുമോ? ഇന്ന് രാത്രി ഞാൻ ധരിച്ച ഈ കുപ്പായം എൻ്റെ കൈകൾ കൊണ്ട് ഞാൻ അഴിക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്, എവിടെ വെച്ചുകൊണ്ട് മരണപ്പെടും എന്നുപോലും മനുഷ്യനറിയാൻ സാധിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയാണ്, ഇദാ ഖലല്ലാഹു ബിഅബ്ദിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരടിമക്ക് മരണപ്പെടുന്നതിനു വേണ്ടി ഒരു സ്ഥലം നിശ്ചയിച്ചിട്ടുണ്ടാകും. ഇദാ ഖലല്ലാഹു ബിഅബ്ദിൻ അയ്യമൂത ബിഅർളിൻ, അങ്ങനെയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജഅല ഇലൈഹാ ഹാജതൻ, അവിടേക്ക് അവനൊരു ആവശ്യമുണ്ടാക്കുന്നതാണ്. ആകാശത്ത് വെച്ച് മരണപ്പെടുന്നതാണ് നമ്മൾ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു നമ്മൾ ആകാശത്തിലേക്ക് എത്തിക്കും. കടലിൽ വെച്ചുകൊണ്ടാണ് മരണപ്പെടുന്നതെങ്കിൽ അള്ളാഹു കടലിലേക്ക് എത്തിക്കും. എവിടെ വെച്ചുകൊണ്ടാണോ മരണപ്പെടാൻ അള്ളാഹു തീരുമാനിച്ചിട്ടുള്ളത് അവിടേക്കൊരാവശ്യമുണ്ടാക്കുകയും അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടേക്ക് നമ്മളെ എത്തിക്കുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ മരണത്തിന് മുന്നിൽ എത്ര നിസ്സഹായരാണ് നമ്മൾ. അപ്പോൾ നമ്മൾക്ക് കരുത്തുണ്ട്, നമുക്ക് പണമുണ്ട്, നമുക്ക് അധികാരമുണ്ട്, നമ്മുടെ വാക്കിന് പവറുണ്ട്, നമ്മുടെ ശബ്ദത്തിന് പവറുണ്ട്. എന്നാൽ മരണത്തിന് മുന്നിൽ മനുഷ്യൻ നിസ്സഹായനാണ്, നിസ്സാരനായി നിന്നു കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ. ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ, ഒരു നിമിഷം മുന്നിലോട്ടോ ഒരു നിമിഷം പിന്നിലോട്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല സമയം നീട്ടിത്തരാത്ത ഒരവസ്ഥയാണത്. അല്ലാഹ് 18 വർഷമായി ഞാൻ ഗൾഫിൽ നിന്ന് പ്രവാസം സഹിച്ച് ഒരുപാട് അധ്വാനിച്ച് ഒരുപാട് ഞാൻ ആഗ്രഹിച്ചുണ്ടാക്കിയ വീടാണ്. നാളെയാണ് ഇതിൻ്റെ കുടിരിക്കൽ. എൻ്റെ മരണത്തിന് ഒരു ദിവസത്തേക്ക് നീട്ടിത്തരുമോ? അള്ളാഹു നീട്ടിത്തരുമോ? അള്ളാഹു, ഞാൻ ആഗ്രഹിച്ച് എൻ്റെ കൺകുളിർമയായി വളർന്നു വന്ന എൻ്റെ കുട്ടിയാണ്, എൻ്റെ പേരക്കുട്ടിയാണ്. നാളെയാണ് വിവാഹം. അവളുടെ വിവാഹം കഴിയുന്നത് വരെയെങ്കിലും, ആ വിവാഹം ഒന്ന് കാണാനുള്ള അവസരമുണ്ടായിത്തരുന്നത് വരെയെങ്കിലും എൻ്റെ റൂഹിനെ, എൻ്റെ മരണത്തെ ഒരല്പസമയത്തേക്ക് നീ പിടിച്ചു വെക്കുമോ? ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ, ആ സമയത്തുള്ള വിലാപങ്ങൾക്കോ ആ സമയത്തുള്ള ഖേദപ്രകടനങ്ങൾക്കോ വിലയില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇപ്പം നമുക്ക് സമയമുണ്ട്. ഇപ്പം ഞാനും നിങ്ങളും മരണത്തെ പുൽകിയിട്ടില്ലാത്ത, ഹൃദയമിടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമുക്ക് സമയമുണ്ട്. ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ, ധാരാളം നന്മകളിലേക്ക് മുന്നേറുവാൻ, ഇതുപോലെ ധാരാളം ഇൽമിൻ്റെ സദസ്സുകളിലേക്ക് എത്തുവാൻ, ധാരാളം നന്മകൾ ചെയ്യുവാൻ ഇപ്പം നമുക്ക് സമയമുണ്ട്. എന്നാൽ ഈ സമയങ്ങൾക്കെല്ലാം വിലക്ക് വീഴുന്ന, ഈ സമയങ്ങളെല്ലാം നിശ്ചലമാകുന്ന ഒരു സമയം വരാനുണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അതാണ് സൂറത്ത് മുഅ്മിനൂൻ്റെ 100-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞത്, ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗതു ഖാല റബ്ബിർജിഊൻ ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത്, അവരിൽ ഒരാൾക്ക് മരണം വന്നു കഴിഞ്ഞാൽ, മരണം കൺമുന്നിൽ കാണുന്ന സമയത്ത് മനുഷ്യൻ പറയുന്നതാണ്, റബ്ബിർജിഊൻ, റബ്ബേ ഒന്ന് തിരിച്ചയക്കോ, എൻ്റെ ദുനിയാവിലേക്ക് ഒന്ന് തിരിച്ചയക്കുമോ, എൻ്റെ പ്രവർത്തനങ്ങളിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ തറവാട്ടിലേക്ക്, എൻ്റെ ദുനിയാവിലേക്ക് എന്നെ ഒന്ന് തിരിച്ചയക്കുമോ? 50 വർഷം 60 വർഷം 65 വർഷം ദുനിയാവിൽ ജീവിക്കാൻ അവസരം കിട്ടിയിട്ട് അതിനാവശ്യമായ സമ്പത്തും അതിനാവശ്യമായ വീടും ആരോഗ്യവും എല്ലാം നൽകിയിട്ടും അവസാനം മരണത്തെ കൺമുന്നിൽ കാണുമ്പോൾ ചോദിക്കുകയാണ്, ഒന്നുകൂടി തിരിച്ചയക്കോ? എന്തിനാണ് തിരിച്ചു പോകുന്നത്? ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു, ഞാൻ ചെയ്യാതെ വിട്ടേച്ചു പോയ ഒരുപാട് നന്മകളുണ്ട്. എൻ്റെ നിസ്കാരം, എൻ്റെ ഖുർആൻ പാരായണം, എൻ്റെ അദ്കാറുകൾ, എൻ്റെ നന്മയുടെ ഭാഗങ്ങൾ, ഒരുപാട് പ്രവർത്തനങ്ങൾ ഇനിയും ചെയ്യാൻ ബാക്കിയുണ്ട്. ഞാനതെല്ലാം ചെയ്തു കൊള്ളാം. ഫഅസ്വദ്ദഖ
വ അക്കും മിനസ്സാലിഹീൻ, ഞാൻ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ പെട്ടുകൊള്ളാം, ഞാൻ സ്വതക്ക നൽകാം. ഇലാ അജലിൻ ഖരീബ്, കുറച്ച് സമയം തന്നാൽ മതി അല്ലാഹ്, ഒരല്പം എനിക്കൊന്ന് നീ നീട്ടിത്തരുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി, കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അതവൻ്റെ വെറും വർത്തമാനം മാത്രമാണ്. അവനെ ദുനിയാവിലേക്ക് തിരിച്ചയച്ചാൽ അവനവൻ്റെ പഴയ ദുനിയാവും അവൻ്റെ ഭൗതികതയും അവൻ്റെ കുടുംബവും നന്മകൾ ചെയ്യാനൊന്നും അവനക്ക് സമയമല്ല. അതുകൊണ്ട് തന്നെ ഇനി അവന് വരാനുള്ളത് ഒരു ബർസഖാണ്, പരലോകം വരെയുള്ള ഒരു മറയുള്ള ഒരു ഖബർ ജീവിതമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചു എന്നത്, ഈ മരണത്തെ പുലുകിയിട്ടില്ലാത്ത, കണ്ണുമറിഞ്ഞു പോയിട്ടില്ലാത്ത, ഹൃദയമിടിപ്പ് നിന്നിട്ടില്ലാത്ത ഈ സമയത്ത് പ്രിയമുള്ളവരെ, മരണത്തിലേക്ക് ആവശ്യമായ പ്രവർത്തനങ്ങൾ, മരണാനന്തര ജീവിതത്തിലേക്ക് ആവശ്യമായ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു വെക്കുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇദാ അറാദല്ലാഹു ബി അബ്ദിൻ ഖൈറൻ ഇസ്തഅമലഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ, നന്മ ഉദ്ദേശിച്ചാൽ അല്ലാഹു അയാളെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നതാണ്. ധാരാളം പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് ചോദിക്കുകയാണ്, കൈഫ യസ്തഅമലുഹു, റസൂലെ എങ്ങനെയാണ് പ്രവർത്തിക്കുക, എന്താണ് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ എങ്ങനെയാണ് നൽകുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അയ്യുവഫിഖഹു ലിഅമലിൻ സ്വാലിഹിൻ ഖബ്ലൽ മൗത്ത്, മരണപ്പെടുന്നതിന് മുമ്പ് ധാരാളം നന്മകൾ ചെയ്യാൻ, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അയാൾക്ക് അല്ലാഹു തൗഫീഖ് നൽകുന്നതാണ്. ഈ ഹദീസ് മുന്നിൽ വെച്ച് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം, 24 മണിക്കൂറിൽ നമ്മൾ തിരക്കില്ലവരാണ്. ചോറുന്നാൻ സമയം കിട്ടാതെ, ചായ അടിക്കാൻ സമയം കിട്ടാതെ നമ്മൾ ഓടുകയാണ്. പ്രിയമുള്ളവർ, ഈ 24 മണിക്കൂറിൽ നമ്മുടെ ഈ തിരക്കുകൾക്കിടയിൽ അതൊരു ലിസ്റ്റാക്കിയിട്ട് രാവിലെ മുതൽ രാത്രി വരെ ചോറുന്നാനും ചായ അടിക്കാനും ഉറങ്ങാനും കുടുംബത്തിൻ്റെ ഒപ്പം ഇരിക്കാനും സമയം കിട്ടാതെ ഞാൻ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ, ഇതിലെത്ര എണ്ണം അള്ളാഹും റസൂലും തൃപ്തിപ്പെട്ടതുണ്ടാവും? ഇതിലെത്ര എണ്ണം എൻ്റെ പരലോകത്തിന് വേണ്ടി ഉണ്ടാവും? എൻ്റെ പ്രവർത്തനങ്ങളിൽ അധികവും പരലോകത്തിന് വേണ്ടിയാണോ ഇഹലോകത്തിന് വേണ്ടിയാണോ? സൂറത്ത് ഇസ്രായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരായത്ത് പറയുന്നുണ്ട്. ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ചില ആളുകൾ അവർ ഉദ്ദേശിക്കുന്നത് ദുനിയാവാണ്. അവരുടെ ഉദ്ദേശം, അവരുടെ ഓട്ടം, അവരുടെ വിചാരം, അവരുടെ ചിന്തകൾ എല്ലാം ദുനിയാവിനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ്, അത്തരക്കാരൻ നാം നരകത്തിലേക്കിടുന്നതാണ്. അവർ വേറെ ഒരു തെറ്റും ചെയ്താൽ അല്ലാഹു പറയണില്ല. ഭൗതികതക്ക് അത്ര പ്രാധാന്യം നൽകി ഭൗതികന്മാരായി ജീവിച്ച ചില ആളുകൾ, അവർ പരലോകം മറന്നുപോയി. ജമാഅത്തിൻ്റെ സമയത്ത് അവർക്ക് നിസ്കരിക്കാൻ സമയം കിട്ടണില്ല, രാവിലെ വൈകുന്നേരം അദ്കാറില്ല അവർക്ക് സമയം കിട്ടണില്ല, അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തുകൾ പിൻപറ്റാൻ സമയം കിട്ടണില്ല, അത് പഠിക്കാൻ അവർക്ക് സമയം കിട്ടണില്ല, ഖുർആൻ്റെ ആയത്തുകൾ വായിക്കാൻ അവർക്ക് സമയം കിട്ടണില്ല. പ്രിയമുള്ളവരെ, അമലു സ്വാലിഹാത്തുകൾ ചെയ്യാൻ സമയം കിട്ടാത്തവരാണോ നമ്മൾ? ജീവിതത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ പരലോകത്തേക്കാൾ ദുനിയാവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ സ്ഥാനം നൽകിയവരാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖൈർ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഈ ദുനിയാവിനെക്കുറിച്ച് അല്ലാഹ് പറയുന്നത് മത്താ എന്നാണ്. ഇതൊരു മത്താഉൽ ഗുറൂർ, മത്താ എന്ന് പറഞ്ഞാൽ വിഭവങ്ങൾ എന്നാണ്. ഈ ദുനിയാവിലെ വിഭവങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ കണ്ണഞ്ചുന്ന വിഭവങ്ങളുണ്ടാവും, കണ്ണിന് കുളിർമ നൽകുന്ന, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ആസ്വാദനം ജനിപ്പിക്കുന്ന ധാരാളം വിഭവങ്ങൾ. ഇതുപോലത്തെ ഒരു വിഭവമാണ് ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ. എന്നാൽ ഇത് സാധാരണ വിഭവമല്ല. മത്താഉൽ ഗുറൂർ, ഇതൊരു കബളിപ്പിക്കുന്ന, വഞ്ചിച്ച് കളയുന്ന വഞ്ചനയുടെ വിഭവമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ചത്താട്, അതിൻ്റെ ചെവിക്ക് പ്രശ്നമുണ്ട്, ന്യൂനതകളുണ്ട്, അങ്ങനെ ചത്ത് കിടക്കുക. അപ്പോൾ റസൂലുള്ളാഹി അതിനെ ഉയർത്തിപ്പിടിച്ചിട്ടിങ്ങനെ ചോദിക്കുകയാണ്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ 2 റുപ്യ എന്നായി, 2 ദീനാർ തന്നാൽ ഇത് നിങ്ങൾ ആരാ മേടിക്കുക? സ്വഹാബത്ത് പറഞ്ഞു, വേണ്ട റസൂൽ, 2 ദീനാർ ഞങ്ങൾക്ക് വേണ്ട. ശരി, 1 ദീനാർ, 1 റുപ്യ എന്നാൽ മതി, കൊണ്ടേക്കോളി. സ്വഹാബത്ത്, റസൂലെ അത് ഞങ്ങൾക്ക് വെറുതെ എന്നാലും ഞങ്ങൾ മേടിക്കില്ല, കാരണം ചത്തിട്ടുണ്ട്, അത് മാത്രമല്ല അതിന് ന്യൂനതകളുണ്ട്, ഞങ്ങൾക്ക് എന്തിനാണത്, വെറുതെ എന്നാലും ഞങ്ങൾക്കത് വേണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇതിനേക്കാൾ വില കുറഞ്ഞതാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ദുനിയാവ്. ഇതിനേക്കാൾ വില കുറഞ്ഞതാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ദുനിയാവ്. ഞാൻ പറഞ്ഞ ദുനിയാവിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കേണ്ട, ദുനിയാവിൽ നമുക്ക് ജീവിക്കണം. ദുനിയാവാണ് നമ്മുടെ ജീവിതം. ഇത് കപ്പലാണ്. ഈ കപ്പലിൽ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓട്ടലിലെ കപ്പലാണെങ്കിലോ അത് ഓടുമോ? ഇല്ലല്ലോ. ദുനിയാവ് ഹൃദയത്തിലേക്ക് കയറിയാൽ കപ്പലിന് ഓട്ടായതുപോലെയാണ്.
കപ്പൽ നശിക്കണ പോലെ മനുഷ്യൻ നശിക്കും. റസൂലുള്ളാഹിയുടെ പ്രാർത്ഥന റബ്ബന ആത്തിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന എന്നാണ്. ദുനിയാവിലും ആഖിറത്തിനും നന്മക്ക് വേണ്ടി റസൂലുള്ളാഹി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, ദുനിയാവിനേക്കാൾ ആഖിറത്തിന് നമുക്ക് സ്ഥാനം നൽകാൻ സാധിച്ചിട്ടില്ല എങ്കിൽ പരലോകത്ത് വലിയ വിലകൾ നമ്മൾ നൽകേണ്ടി വരും എന്നുള്ളതാണ്. എത്ര ഭീകരമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മരണത്തെ പറഞ്ഞിരുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങൾ തോൽപാത്രത്തിൽ വെള്ളം കൊടുന്നിങ്ങനെ വെച്ചിക്കുകയാണ്. എന്നിട്ട് അതിലിങ്ങനെ കൈമുക്കും, നെറ്റിയിലേക്ക് ഇങ്ങനെ ചേർത്ത് വെക്കും. ആയിഷ ലാ ഇലാഹ ഇല്ലല്ലാ ഇന്നലിൽ മൗത്തി സക്കറാത്ത്. ആയിഷ മരണത്തിന് വല്ലാത്ത വേദന ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൻ്റെ രംഗമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയല്ലേ, കല്ലാ ഇദാ ബലഗത്തി തറാഖിയ, റൂഹെങ്ങാനും തൊണ്ടക്കുഴിയിലെത്തിയാൽ, നമ്മുടെ പെരുവിരൽ മുതൽ റൂഹ് പിടിച്ച് അവസാനം തൊണ്ടക്കുഴിയിലേക്ക് എത്തുമ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു ഗർ ശബ്ദമുണ്ടാകും. ഒരടിമയുടെ തൗബയുടെ വാതിലടയുന്ന ഗർ ശബ്ദമുണ്ടാകുന്ന ആ അവസാന ഘട്ടത്തിൽ ആർത്തുരച്ചു വരുന്ന ഒരു മഹാസമുദ്രം മുന്നിലുണ്ടെങ്കിൽ അത് മുഴുവൻ കുടിച്ച് തീർക്കാൻ മാത്രം ദാഹമുള്ള സമയത്ത് വക്കീല മൻ റാഖ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ആ മരണത്തിൻ്റെ സമയം റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയാൽ വക്കീല മൻ റാഖ്, മനുഷ്യൻ പറയും, അവനോട് ചോദിക്കപ്പെടും, ആരുണ്ട് ഒന്ന് മന്ത്രിച്ചു തരുവാൻ, ഈ വേദനയിൽ നിന്നൊന്ന് ആശ്വസിപ്പിക്കുവാൻ, മരണത്തിൻ്റെ വേദനയിൽ നിന്നും വെപ്രാളത്തിൽ നിന്നും ഒരല്പം മന്ത്രിച്ചു തരുവാൻ ആരുണ്ട്. വല്ലാതെ വേദന ഉണ്ടാകുമ്പോൾ ആശുപത്രി പോയിട്ട് നമ്മൾ ഇഞ്ചക്ഷൻ വെക്കും, നമുക്കതിനാവശ്യമായിട്ടുള്ള മെഡിസിനുകൾ നമ്മളെടുക്കും, ഒരാശ്വാസം നമുക്ക് ലഭിക്കും, പെയിൻ കില്ലർ കിട്ടും. എന്നാൽ പ്രിയമുള്ളവരെ, മരണത്തിൻ്റെ വേദനയിൽ നിന്ന് നമുക്ക് ആശ്വാസം നൽകാൻ ഏത് പെയിൻ കില്ലറുകൾക്കാണാവുക, ഏത് കൈകൾക്കാണാവുക, ആർക്കാണാവുക? വക്കീല മൻ റാഖ്, ആരുണ്ട് ഒന്ന് മന്ത്രിച്ചു തരുവാൻ. വളന്ന അന്നഹുൽ ഫിറാഖ്, അവനറിയും അവൻ്റെ വേർപാടിനുള്ള സമയമായി. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കും, നമ്മൾ മരണപ്പെട്ടു പോകാനുള്ള സമയമായിട്ടുണ്ട്. വളന്ന അന്നഹുൽ ഫിറാഖ്, അവനറിയും അവൻ്റെ വേർപാടിനുള്ള സമയമായി എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളെ ഉമ്മാൻ്റെ മയ്യത്തിൻ്റെ കഫം പുടവ മാറ്റി അതിലേക്ക് ചുംബനങ്ങൾ നൽകിയവർ നമ്മുടെ കൂട്ടത്തിൽ ഇൽപ്പുണ്ടാവും. നമ്മുടെ ഉപ്പാൻ്റെ മയ്യത്ത് കഫം പുടവ മാറ്റി ഉപ്പാൻ്റെ നെറ്റിയിലേക്ക് ചുംബനങ്ങൾ നൽകിയവർ നമ്മളെ കൂട്ടത്തിലുണ്ടാവും. എന്നാൽ ഖുർആൻ പറയണത് എൻ്റെ ഉമ്മ മരിച്ചത് നോക്ക്, എൻ്റെ ഉപ്പ മരിച്ചത് നോക്ക്, എൻ്റെ വല്യമ്മ മരിച്ചത് നോക്ക്, ഇതൊന്നുമല്ല ഖുർആൻ്റെ ഭാഷ. വളന്ന അന്നഹുൽ ഫിറാഖ്, അവനറിയും അവൻ മരണപ്പെടാനുള്ള സമയമായി. ഞാനറിയും ഞാൻ മരണപ്പെട്ടു പോകാനുള്ള സമയമായി. എൻ്റെ ചുറ്റും കൂടി നിൽക്കുന്നവരെ വിട്ടേച്ചുകൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് ഞാൻ യാത്ര തിരിക്കാനായി എന്ന് ഞാൻ അറിയുന്ന സമയമുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വളന്ന അന്നഹുൽ ഫിറാഖ്, അവനറിയും അവൻ്റെ വേർപാടിനുള്ള സമയമായി. പ്രിയമുള്ളവരെ, ആ വേർപാടാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മൾ ആലോചിച്ച് നോക്കും, മലക്കുകളെ കാണുന്ന നേരാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മലക്കുകളെ കാണും. മരിക്കാൻ കിടക്കുന്ന ആൾ, അയാളിങ്ങനെ മരണത്തിൻ്റെ വെപ്രാളത്തിലാണ്. ചുറ്റും കൂടി നിൽക്കുന്നവർ ചോദിക്കേണ്ടത്, എന്താണ് ഉപ്പാക്ക്, എന്താണ് എൻ്റെ മോന്, എന്താണ് എനിക്ക് എന്ന് ചോദിക്കേണ്ടത്. പക്ഷേ അയാൾ കേൾക്കുന്നത് അതല്ല, അയാൾ കാണുന്നത് അവരെയല്ല. അയാൾ അനുഭവിക്കുന്നത് അവരുടെ തലോടലുകളോ അവരുടെ സ്പർശനങ്ങളല്ല. അയാൾ കാണുന്നത് മലക്കുകളെയാണ്. അയാൾ കേൾക്കുന്നത് മലക്കുകളുടെ ശബ്ദമാണ്. അയാൾ അനുഭവിക്കുന്നത് മലക്കുകളുടെ ഗന്ധമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 രൂപത്തിലുള്ള മരണമുണ്ടാകും. ഒന്നാമത്തത്, മലക്ക് ഇറങ്ങി വരും. ചില മലക്കുകൾ ഇറങ്ങി വരും. ആ മലക്കുകളുടെ പ്രത്യേകത കഅന്ന വുജൂഹഹുമുശ് ശംസ്, അവരുടെ മുഖം സൂര്യനെപ്പോലെ പ്രകാശിച്ചിരിക്കും. മഅഹും കഫനും മിൻ അക്ഫാനിൽ ജന്ന, സ്വർഗത്തിലെ കഫം പുടവയുമായിട്ട് അവർ ഇറങ്ങി വരും. വഹനൂത്തും മിൻ ഹനൂത്തിൽ ജന്ന, അവരുടെ കൈകളിൽ സ്വർഗത്തിൽ നിന്നുള്ള സുഗന്ധങ്ങളുണ്ടാവും. സ്വർഗത്തിൽ നിന്നുള്ള കഫം പുടവുമായി, സ്വർഗത്തിൽ നിന്നുള്ള സുഗന്ധവുമായിട്ട്, വെളുത്ത മുഖവുമായിട്ട് ചില മലക്കുകൾ ഇറങ്ങി വരും. അവരിങ്ങനെ ഇറങ്ങി വന്നവൻ്റെ തലക്കരികിലിരിക്കും. അതിനുശേഷം മലക്കുൽ മൗത്ത് ഇറങ്ങി വരും. മലക്കുൽ മൗത്ത് ഇറങ്ങി വന്ന് അവനോട് പറയുന്നതാണ്, ഉഖ്റുജി
ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹി വറിദ്വാൻ, അള്ളാൻ്റെ പാപമോചനത്തിലേക്കും അള്ളാൻ്റെ തൃപ്തിയിലേക്കും പുറത്തേക്ക് വാ. ഒരു കൂജയിൽ നിന്നും വെള്ളം പുറത്തേക്ക് ഒഴിച്ചാൽ അത് എത്ര ലളിതമായിട്ട് പുറത്തേക്ക് വരും, അതുപോലെ അവൻ്റെ ആത്മാവ് പുറത്തേക്ക് ഇറങ്ങി വരും. ആ ആത്മാവിനെ കയ്യിലേക്കെടുത്താൽ ആകാശലോകങ്ങളിലേക്ക് കയറിപ്പോകും. ഓരോ ആകാശത്തെത്തുമ്പോഴും മലക്കുകൾ ചോദിക്കും, മാ ഹാദർ റൂഹു ത്വയ്യിബ്, ഇത്രയും ശുദ്ധമായ ഇത്രയും സുഗന്ധപൂർണമായ ഈ ആത്മാവ് ആരുടേതാണ്? ഇന്നയാളുടെ ആത്മാവാണ്. മലക്കുകൾ പറയും. 7ാം ആകാശത്തെത്തി അവനെ ഭൂമിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് ഖബറിലേക്ക് വെച്ച് അവനോട് ചോദിക്കും, നിൻ്റെ റബ്ബാര്, നിൻ്റെ ദീനേത്, നിൻ്റെ പ്രവാചകനേത്? അവൻ ഉത്തരം പറയും. ആകാശത്ത് നിന്ന് വിളിച്ചു പറയും, അവൻ സത്യം പറഞ്ഞു, അതുകൊണ്ട് സ്വർഗത്തിൽ വിരിയവന് നൽകി, സ്വർഗത്തിൽ നിന്നുള്ള വാതിൽ തുറന്നു കൊടുക്ക്, സ്വർഗത്തിലെ വസ്ത്രങ്ങൾ അവന് ധരിപ്പിച്ചു കൊടുക്ക്. അതെല്ലാം ചെയ്യുമ്പോൾ ഒരാൾ ഖബറിലേക്ക് വരും. ഇവൻ ചോദിക്കും, നീ ആരാണ്? ആ വന്ന മനുഷ്യൻ നല്ല വസ്ത്രം ധരിച്ച് നല്ല സുഗന്ധമുള്ള നല്ല രൂപത്തിലുള്ള ഒരു മനുഷ്യൻ. അപ്പോൾ ഇയാൾ പറയും, അന അമലുക സ്വാലിഹ്, ഞാൻ നിൻ്റെ സൽക്കർമ്മങ്ങളാണ്. നീ ദുനിയാവിൽ വെച്ച് ചെയ്ത സൽക്കർമ്മങ്ങളുണ്ടല്ലോ, നിൻ്റെ തിരക്കുകൾക്കിടയിലും നീ നിസ്കരിച്ച നിസ്കാരങ്ങൾ, സുദീർഘമായി നീ ഓതിത്തീർത്ത ഖുർആൻ പാരായണങ്ങൾ, ഭൗതികമായ തിരക്കുകൾക്കിടയിലും ഇത്തരം സദസ്സുകളിലേക്ക് നീ വരാൻ കാണിച്ച നിൻ്റെ നന്മയുടെ മനസ്സുണ്ടല്ലോ, അന അമലുക സ്വാലിഹ്, ഞാൻ നിൻ്റെ സൽക്കർമ്മങ്ങളാണ്. ഈ ഖബറിലെ വ്യക്തി പ്രാർത്ഥിക്കുന്നതാണ്, അല്ലാഹുവേ അന്ത്യനാളൊന്ന് പെട്ടെന്നാകണേ, കാരണം സ്വർഗമാണ് അയാൾക്ക് വരാനുള്ളത്. പ്രിയമുള്ളവരെ, ഇത് 1ാമത്തെ മരണമാണ്. എന്നാൽ 2ാമതൊരു മരണം റസൂലുള്ളാഹി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രവാചകൻ പറഞ്ഞു, ചില ആളുകൾ മരിക്കാൻ നേരത്ത് ആകാശത്തുനിന്ന് ചില മലക്കുകൾ ഇറങ്ങി വരും. സൂദുൽ വുജൂഹ്, അവരുടെ മുഖങ്ങൾ കറുത്തതായിരിക്കും. മഅഹുമുൽ മസൂഹ്, അവരുടെ കൈകളിൽ പരിക്കൻ കഫംപൊടിയുണ്ടാവും. അതിനുശേഷം മലക്കുൽ മൗത്ത് ഇറങ്ങി വരും. മലക്കുൽ മൗത്ത് അവനോട് പറയും, ഉഖ്റുജി ഇലാ സഖത്തിൻ മിനല്ലാഹി വഗളബിൻ, അള്ളാൻ്റെ കോപാണ് നിനക്ക് അള്ളാഹുവിൻ്റെ ദേഷ്യമാണ്, പുറത്തേക്ക് വാ. ആ റൂഹ് ശരീരത്തിൽ കിടന്നിങ്ങനെ പെടയാൻ തുടങ്ങും. റസൂലുള്ളാഹി പറയാണ്, നനഞ്ഞ പഞ്ഞിക്കെട്ടിൻ്റെ ഉള്ളിൽ കൊളുത്തുകളുള്ള ഒരു വടി ഉണ്ടെങ്കിൽ അതിങ്ങനെ പറിച്ചെടുക്കുമ്പോൾ എന്തെങ്കിലും അവസ്ഥ, അങ്ങനെ വലിച്ചെടുക്കുമ്പോൾ പഞ്ഞികൾ ചിന്നിച്ചിതറും, കുറച്ച് അവിടെ ഇവിടെ കൊളുത്തും, കുറച്ച് പൊട്ടിപ്പോവും. ഇതുപോലെ ആ ആത്മാവിനെ ശരീരത്തിൽ നിന്ന് പുറത്തേക്കെടുക്കും. പുറത്തേക്കെടുത്ത് ആകാശത്തിലേക്ക് കയറും. ഫലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ, ആകാശത്തിൻ്റെ കവാടങ്ങൾ അവർക്ക് വേണ്ടി തുറക്കപ്പെടുകയില്ല. ആകാശത്തിൻ്റെ കവാടങ്ങൾ അടക്കപ്പെടും. ആ ആത്മാവിനെ ഖബറിലേക്ക് തിരിച്ചേക്കും. ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കാതെ ഖബറിൽ കിടന്ന ആത്മാവ് വെപ്രാളപ്പെടുന്ന സമയത്ത്, ആ ശരീരം പ്രയാസപ്പെടുന്ന സമയത്ത് ആകാശത്തുനിന്ന് വിളിച്ചു പറയും, അവൻ കളവ് പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് തന്നെ അവന് നരകത്തിലെ വിരി നിങ്ങൾ നൽകൂ, നരകത്തിൽ നിന്നുള്ള വാതിൽ തുറന്നു കൊടുക്കൂ. ആ സമയത്ത് ഖബറിലേക്ക് ഒരാൾ വരും. ഒരു മോശപ്പെട്ട വസ്ത്രം ധരിച്ച, മോശപ്പെട്ട മുഖമുള്ള ഒരു മനുഷ്യൻ. അപ്പോൾ ഖബറാൾ ചോദിക്കും, നീ ആരാണ്? നിന്നെ കണ്ടാൽ തന്നെ പേടിയാവുണ്ടല്ലോ. അപ്പോൾ ഈ വന്ന മനുഷ്യൻ പറയും, അന അമലുക ലഖബീസ്, ഞാൻ നിൻ്റെ മോശപ്പെട്ട പ്രവർത്തനങ്ങളാണ്. നീ ദുനിയാവിൽ വെച്ചുകൊണ്ട് ചെയ്ത മോശപ്പെട്ട ഹറാമുകളില്ലേ, മോശപ്പെട്ട പ്രവർത്തനങ്ങളില്ലേ, അന അമലുക ലഖബീസ്, ഞാൻ ആ മോശപ്പെട്ട പ്രവർത്തനങ്ങളാണ്. ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നതാണ്, അല്ലാഹുവേ അന്ത്യനാൾ ഒരിക്കലും സംഭവിക്കരുതേ, കാരണം അയാൾക്കിനി വരാനുള്ള നരകമാണ് എന്ന് അയാൾക്കറിയും. പ്രിയമുള്ളവരെ, ഇതിലേത് മരണം വേണം തീരുമാനിക്കാൻ ഇപ്പം നമുക്ക് അവസരമുണ്ട്. മരണത്തെ പുൽകിയിട്ടില്ലാത്ത, ബുദ്ധിയുള്ള, ചിന്താശേഷി നഷ്ടപ്പെട്ടിട്ടില്ലാത്ത ഇപ്പം നമുക്ക് ഇതിലേത് മരണം വേണം നമുക്ക് ചിന്തിക്കാൻ ഇപ്പം സമയമുണ്ട്. ഒറ്റക്കുള്ള ഒരു ജീവിതത്തിലേക്കാണ് നമ്മൾ എടുത്തെറിയപ്പെടാൻ പോണത്. അതിന് കുറേ സമയമൊന്നും ആവശ്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സ്വർഗ്ഗവും നരകവും എന്ന് പറഞ്ഞാൽ ചെരുപ്പിൻ്റെ വാറിനേക്കാൾ അടുത്താണെന്നാണ്. അത്രയുള്ളൂ മരണം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഈ ഹൈവേ വന്നിട്ട് തന്നെ എത്ര മരണങ്ങൾ നമ്മൾ കേട്ടു. നമ്മൾ പള്ളിയുടെ മുമ്പിൽ എത്ര ആൾക്കാർ മരിച്ചു. പ്രിയമുള്ളവർ, അത്രയും അടുത്താണ്. ഇപ്പം നമുക്ക് ചിന്തിക്കാൻ അവസരമുണ്ട്. ഒറ്റക്കുള്ള ജീവിതത്തിലേക്ക് യാത്ര തിരിക്കും മുമ്പ് അവിടെ നന്മകളുമായി, അതല്ല തിന്മകളുമായി ഏത് രൂപത്തിൽ ഞാൻ യാത്ര തിരിക്കണം, ഇപ്പം നമുക്ക് ചിന്തിക്കാനുള്ള അവസരങ്ങളുണ്ട്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടപ്പെട്ട സ്വഹാബിയാണ്, നമുക്കൊക്കെ അറിയുന്ന സ്വഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. 5000-ലധികം ഹദീസുകൾ റസൂലുള്ളാഹിയിൽ നിന്നും കാണാതെ പഠിച്ച് നമുക്ക് പറഞ്ഞു തന്ന സ്വഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ
പകൽ മുഴുവൻ പ്രവാചകൻ്റെ കൂടെ, രാവിലെ മുതൽ വൈകുന്നേരം വരെ റസൂലുള്ളാഹിയുടെ കൂടെയാണ്. ചില സമയത്തൊക്കെ ബോധം കെട്ട് വീഴും. അപ്പോൾ സ്വഹാബത്ത് ഇങ്ങനെ കൂടി വന്നിട്ട് എന്താണ്, അപസ്മാരാണോ, എന്താ പ്രശ്നം? അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയും, നിങ്ങൾ വിചാരിക്കണ പോലെ അപസ്മാരമൊന്നുമല്ല, എൻ്റെ പ്രവാചകൻ്റെ കൂടെ രാവിലെയും വൈകുന്നേരവും ഞാൻ നടക്കുകയാണ്, പട്ടിണിയല്ലാതെ എന്നെ ബോധം കെടുത്തിയിട്ടില്ല. അദ്ദേഹം ബോധം കെട്ട് വീഴാൻ പട്ടിണി കാരണം. രാത്രിയിൽ കുറച്ച് ഭാഗം കിടന്നുറങ്ങും, ബാക്കി ഭാഗം എഴുന്നേറ്റിരുന്ന് ഹദീസുകൾ പഠിക്കും, ബാക്കി ഭാഗം അദ്ദേഹം നിസ്കരിക്കും. അങ്ങനെ രാത്രിയെ 3 ആക്കി തരംതിരിക്കും. ഇസ്ലാമിന് വേണ്ടി ജീവിതം മുഴുവൻ മാറ്റിവെച്ച ഒരു സ്വഹാബി വര്യൻ, അദ്ദേഹം വഫാത്താകാൻ നേരത്ത് ഇങ്ങനെ കരയാണ്. സ്വഹാബാക്കൾ ഇരിക്കണം, എന്തിനാ പൂർണ്ണ കരയണത്? പേടിയ, മരണത്തിനെ പേടിച്ച് കരയുക. അദ്ദേഹം പറയാണ്, അല്ല സ്വഹാബ, അസ്സഫറു തൊവീൽ, എനിക്കിനി ധാരാളമായ ഒരു വിശാലമായ നീണ്ടു നിവർന്ന് കിടക്കുന്ന യാത്രയാണ് എനിക്കുള്ളത്. ഒരു വിദൂരമായ യാത്രക്കാണ് ഞാൻ പോകുന്നത്. എനിക്കിനി ഖബറുണ്ട്, അതിലപ്പുറം എൻ്റെ ഏടുകൾ നൽകപ്പെടാനുണ്ട്, സിറാത്തുണ്ട്, റബ്ബിൻ്റെ മുന്നിലുള്ള നൃത്തമുണ്ട്. ഒരു വിശാലമായ യാത്രക്ക് ഞാൻ പോവുകയാണ്. വസ്സാദു ഖലീൽ, എന്നാൽ എൻ്റെ കൈകളിൽ പാദേയങ്ങൾ കുറവാണ്, എൻ്റെ കൈകളിൽ നന്മകൾ കുറവാണ്. ഇസ്ലാമിന് വേണ്ടി ജീവിതം മുഴുവൻ മാറ്റിവെച്ച ഒരു സ്വഹാബി വര്യൻ്റെ അവസാന വാക്കുകളാണ്, വിശാലമായ യാത്രയ്ക്ക് ഞാൻ ഒരുങ്ങുകയാണ്, നന്മകൾ കുറവാണ്. പ്രിയമുള്ളവരെ, നമ്മളെങ്ങനെ രക്ഷപ്പെടും? എത്ര ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മൾക്ക് നിൽക്കുന്നത് സ്വർഗത്തിൻ്റെ അടുത്തല്ലേ? നമുക്ക് തൗഹീദില്ലേ? തൗഹീദിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ എന്താ? അയാൾ മരിച്ചാൽ സ്വർഗത്തിലാന്ന് ഉറപ്പാണ്. തൗഹീദുള്ളവർ മരണപ്പെട്ടാൽ സ്വർഗം ഉറപ്പാണ്. അല്ലല്ലാത്തവരൊന്നും നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കണില്ലല്ലോ. ഇവിടെ ആൾക്കാരൊക്കെ ഈ ഉമർഖാലിൻ്റെ ഖബറിൻ്റെ അടുത്ത് പോയി സുജൂദ് ചെയ്യുമ്പോൾ, പുത്തമ്പള്ളിയിൽ പോയി നേർ ചെയ്യുമ്പോൾ, ഈ മണത്തല പോയിട്ട് ആൾക്കാർ ഓരോന്ന് ഷിർക്കിൻ്റെ പ്രവർത്തനം കാട്ടിക്കൂട്ടും. പ്രിയമുള്ളവരെ, നമ്മൾ അള്ളാഹിനെ മാത്രമല്ലേ വിളിച്ച് പ്രാർത്ഥിക്കണുള്ളൂ. ഒരു ഏലസ് നമ്മളെ കൈമല്ലല്ലോ, ഒരു ചരടിലല്ലോ. അല്ലല്ലാത്തവരെ മുമ്പിൽ നമ്മൾ കൈകൾ ഉയർത്തണില്ലല്ലോ. നമ്മൾ സ്വർഗത്തിൻ്റെ എത്ര അടുത്ത ആലോചിച്ച് നോക്കങ്ങൾ. എന്നാൽ നമ്മുടെ ചില പ്രവർത്തനങ്ങൾ കാരണം ഈ സ്വർഗം നഷ്ടപ്പെട്ടു പോകും. നമ്മളെ ചില ചെറിയ പ്രവർത്തനങ്ങൾ, ചെറിയ അശ്രദ്ധ കാരണം ഈ സ്വർഗം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. ഇവിടെ സ്ത്രീകളാണ് ധാരാളം ഉള്ളതാണ് ഞാൻ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തിൽ എനിക്ക് സൂചിപ്പിക്കാൻ ഒരു കാര്യം, പ്രിയമുള്ള ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങളുടെ നാവുകൾ നിങ്ങൾ സൂക്ഷിക്കണം. നമ്മുടെ സ്വർഗം നഷ്ടപ്പെടുത്തി കളയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നാവ് എന്നുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാൻ എപ്പോഴും പറയലുണ്ട്, നമ്മൾ ഈ രാവിലെ പിന്നെ ഈ സൗണ്ട് റെക്കോർഡർ ഫോണിലാണ്ട് ഓണാക്കിയിട്ട് നമ്മൾ പറഞ്ഞത് ഫുള്ളാണ്ട് റെക്കോർഡ് ചെയ്തിട്ട് രാത്രി ഇതിങ്ങനെ കേൾക്കുമ്പോൾ എന്തെങ്കിലും അവസ്ഥ. ഇതുപോലെ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും രേഖപ്പെടുത്തപ്പെട്ട് നാളെ പരലോകത്ത് അള്ളാഹു നമ്മുടെ ഓരോ വാക്കുകളും നമ്മൾക്ക് കേൾപ്പിച്ച് തരുമെന്ന് പറയുമ്പോൾ എന്തായിരിക്കും ആ ലോകം എന്ന് പറഞ്ഞാൽ? അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ പ്രവർത്തനങ്ങളും നമുക്ക് കാണിച്ചു തരുമെന്ന് പറയുമ്പോൾ, ഓരോ വാക്കുകളും രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് എന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവർ, എന്തായിരിക്കും ആ ലോകം? അള്ളാഹ്ക്ക് എളുപ്പമല്ലേ? വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ് إذ يتلقى المتلقيان عن اليمين وعن الشمال قعيد ما يلفظ من قول إلا لديه رقيب عتيد. ഒരു ലഫ്ള് പോലും, ഒരക്ഷരം പോലും റഖീബ് അതീദ്, 2 മലക്കുകൾ, മാന്യന്മാരായ നിരീക്ഷകന്മാർ രേഖപ്പെടുത്താതെ നമ്മൾ മൊഴിയുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോ വാക്കും രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് ഒരു സ്വഹാബാക്കൾ വന്നുകൊണ്ട് പറയാം, റസൂലേ, ഒരു സ്ത്രീ ഉണ്ട്, അവളെ പ്രത്യേകം എന്താ വെച്ചാൽ നല്ലോണം രാത്രി നിസ്കരിക്കും. നല്ലോണം കേൾക്കണം, നല്ലോണം രാത്രി നിസ്കരിക്കും, പകലിൽ ധാരാളം നോമ്പെടുക്കും, ധാരാളം സ്വതക്ക നൽകും. ഈ 3 പ്രവർത്തനങ്ങൾ മതി ഒരാൾക്ക് സ്വർഗത്ത് പോകാൻ. രാത്രി നിസ്കരിക്കുന്നവരെ കുറിച്ച് അള്ളാഹ് പറഞ്ഞാൽ എന്താ? അള്ളാഹ് അവരെ പ്രശംസിച്ച് പറഞ്ഞാണ്. സൂറത്തുൽ ഫുർഖാനിൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ റസൂലുള്ളാഹി പറഞ്ഞു, അവർക്ക് സ്വർഗത്തിൽ മണിമാളികകളുണ്ട്. രാത്രി നിസ്കരിക്കുന്നവർക്കുള്ള ഫളിലാണത്. നോമ്പെടുക്കുന്നവളാണ് അവൾ. റസൂലുള്ളാഹി പറഞ്ഞത്, അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ ഒരാൾ ഒരു സുന്നത്ത് നോമ്പെടുത്താൽ 70 വർഷത്തെ വഴിദൂരം നരകത്തിന് രക്ഷപ്പെട്ടു എന്നാണ്. അപ്പോൾ ഒരുപാട് സുന്നത്ത് നോമ്പുകളും 30 ഫർദ് നോമ്പുകളും എടുക്കുന്ന ആളുടെ അവസ്ഥ എന്തേക്കണം? ആത്മാർത്ഥമായി അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ ഒരു സ്വതക്ക നൽകിയാൽ, ഒറ്റ സ്വതക്ക നൽകിയാൽ അത് മതി സ്വർഗത്തിൽ പോകാനെന്ന് ഹദീസിൽ കാണാം. ഇതെല്ലാം ധാരാളമായി ചെയ്യുന്നവളാണ് അവൾ. എന്നിട്ട് സ്വഹാബത്ത് പറഞ്ഞു, റസൂലേ, അവൾക്കൊരു പ്രശ്നമുണ്ട്.
തൻ്റെ നാവ് കൊണ്ട് അയൽവാസികളെ അവൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. ഇത് കേട്ട ഉടനെ റസൂലുള്ളാഹി പറഞ്ഞു, ലാ ഖൈറ ഫീഹ, അവളിൽ ഒരു നന്മയുമില്ല. സ്വഹാബ, നിങ്ങൾ പറഞ്ഞ കുറേ നന്മകളില്ലേ, നമസ്കാരം, നോമ്പ്, സ്വതക്ക, ഒരുപാട് നന്മകൾ, ലാ ഖൈറ ഫീഹ, അവളിൽ ഒരു നന്മയുമില്ല. ഹിയ മിൻ അഹ്ലിന്നാർ, അവൾ നരകാവകാശികളിൽപ്പെട്ടവളാണ്. അപ്പോൾ ചെയ്തു പോയ നന്മകളൊക്കെ എവിടെ? അതൊക്കെ എങ്ങോട്ടേ പോയി? അതെല്ലാം പൊളിഞ്ഞു പോയി. നാവ് കൊണ്ട് ഗീബത്ത് പറഞ്ഞും പരദൂഷണം പറഞ്ഞും മറ്റുള്ളവരെ കുറ്റം പറഞ്ഞും ചെയ്ത് കൂട്ടിയ അമലുകളെല്ലാം പൊളിച്ചു കളഞ്ഞു. നമ്മൾ ആലോചിച്ച് നോക്ക് പരലോകത്തൊരു രംഗം. പറയുമ്പോൾ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആരാണ് പാപ്പര്? ആ ഹദീസ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ പറഞ്ഞ റസൂലുള്ളാഹി പറഞ്ഞ പാപ്പര് ആരാന്ന് പറഞ്ഞു കൊടുക്കാൻ റസൂലുള്ളാഹി. അപ്പോൾ സ്വഹാബത്ത് പറയാം, റസൂലെ പാപ്പര് പറഞ്ഞാൽ കയ്യിൽ പൈസ ഇല്ല, അല്ലെങ്കിൽ ഭക്ഷണം ഇല്ലാത്തവരെ പാപ്പര്. അപ്പോൾ റസൂലുള്ളാഹി പറയാം, അല്ല കേട്ടോ, എൻ്റെ ഉമ്മത്തിലെ പാപ്പര് എന്ന് പറഞ്ഞാൽ നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സക്കാത്തുണ്ട്, ഇതുകൊണ്ട് പരലോകത്ത് വന്നവരാണ്. എന്നാൽ അവർ അതുകൊണ്ട് വന്നു, പക്ഷെ അവർ കൂടെ വേറെ ചില ആൾക്കാർ വന്നു. എന്നാൽ അവർ പറഞ്ഞു, അല്ലാ, ഇവർ ഞങ്ങളെ അനർഹമായി പ്രഹരിച്ചിട്ടുണ്ട്, രക്തം ചിന്തിയിട്ടുണ്ട്, എന്നെക്കുറിച്ച് അവൻ മോശപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈവൻ്റെ നന്മകളെല്ലാം അവനെടുത്ത് കൊടുക്കുന്നതാണ്. ഈ ഹദീസുകളൊന്ന് നിങ്ങൾ ചിന്തിച്ചൊക്കെ തസവൂർ ചെയ്ത് നോക്ക്. നമ്മൾ പരലോകത്ത് ഇങ്ങനെ എത്തിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, വലത്തെ ഭാഗത്തേക്ക് നോക്കിയാൽ നന്മകൾ മാത്രം, ഇടത്തെ ഭാഗത്തേക്ക് നോക്കിയാലും പ്രവർത്തനങ്ങൾ മാത്രം, മുന്നിലേക്ക് നോക്കിയാൽ നരകം. ഇത് കാണുന്നൊരു ലോകമാണ് മഹ്ശർ. ഇതിങ്ങനെ കണ്ട് നമ്മളിങ്ങനെ നിൽക്കുമ്പോഴാണ് അള്ളാഹു വിചാരണയ്ക്ക് വേണ്ടി വരുന്നത്. അള്ളാഹ് വിചാരണയ്ക്ക് വേണ്ടി നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമ്മളെ നിസ്കാരങ്ങളുണ്ട്, നമ്മളെ നോമ്പുണ്ട്, മുന്നിൽ നോക്കിയ നരകമാണ്, പ്രശ്നമില്ല. കാരണം നന്മകൾ ധാരാളമുണ്ട്. നമ്മൾ പ്രതീക്ഷയിൽ പരലോകത്തേക്ക് നിൽക്കുമ്പോൾ ചില ആൾക്കാർ വന്ന് പറയാണ്, അള്ളാഹ് ഇല്ല, ഇവൻ ഇന്നെ ചെയ്തിട്ടുണ്ട്, ഇവൻ ഇന്നെക്കുറിച്ച് ഇന്നത് പറഞ്ഞിട്ടുണ്ട്, ഇവൾ ഇന്നെക്കുറിച്ച് ഇന്നത് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ നന്മകളൊക്കെ അവർക്ക് എടുത്തു കൊടുത്ത് അവസാനിച്ച് നരകത്തിലേക്ക് പോയിക്കോ എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെന്തായിരിക്കും ആ അവസ്ഥ? നമ്മൾ ക്ഷീണിച്ച് പണിയെടുത്ത് അധ്വാനിച്ചതെല്ലാം മറ്റുള്ളവർ കൊണ്ടുപോകുമ്പോൾ എത്ര വലിയ നഷ്ടക്കാരാണ് നമ്മളെന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് നാവിനെ സൂക്ഷിക്കുക. അല്ലെ, റമളാനായി കഴിഞ്ഞാലും സ്ത്രീകളിങ്ങനെ കൂടിയിരിക്കും. എന്നിട്ട് പറയും, പിന്നെ ഓളെക്കുറിച്ച് പറയാൻ തുടങ്ങിയാൽ പിന്നെ ഓളെക്കുറിച്ച് എനിക്കറിഞ്ഞത്ര എനിക്കറിയില്ലല്ലോ. ഇത് പുരുഷന്മാരിലുണ്ട്. ഞാൻ പറഞ്ഞ പ്രിയമുള്ളവർ, ആ രൂപത്തിലുള്ള സംസാരങ്ങൾ നമ്മുടെ അമലുകളെല്ലാം ബാത്തിലാക്കളയും. അതുകൊണ്ട് നാവിന് ശ്രദ്ധിക്കുക, സ്വർഗം നഷ്ടപ്പെടും. രണ്ടാമത്തെ ഒന്ന് വസ്ത്രധാരണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, 2 വിഭാഗം ആൾക്കാർ, ഞാൻ അവരെ കണ്ടിട്ടില്ല, അവർ സ്വർഗത്തിൽ പ്രവേശിക്കൂല എന്ന് മാത്രമല്ല, സ്വർഗത്തിൻ്റെ പരിമളം പോലും അവർക്ക് കിട്ടൂല. സ്വർഗത്തിൻ്റെ പരിമളം എന്ന് പറഞ്ഞാൽ 500 വർഷം വൈദൂരത്തേക്ക് അടിച്ചു വീഴ്ചും, അതുപോലും അവർക്ക് കിട്ടൂല എന്ന് പറഞ്ഞാൽ എത്ര ഭീകരമെന്ന് ആലോചിച്ച് നോക്ക്. അതാരാണ്? റസൂലുള്ളാഹി പറഞ്ഞതിലൊരു വിഭാഗം സ്ത്രീകളാണ്. കാസിയാത്തുൻ ആരിയാത്തുൻ, സ്ത്രീകൾ ധരിച്ചവരാണ്, നഗ്നകളാണ്. വസ്ത്രം ധരിച്ചിട്ടുണ്ട്, എന്നാൽ അവർ നഗ്നകളാണ്. അപ്പോൾ എന്താ പ്രശ്നം? ധരിക്കേണ്ട പോലെ ധരിച്ചിട്ടില്ല. വസ്ത്രമൊക്കെ ഇട്ടിട്ടുണ്ട്, ധരിക്കേണ്ട പോലെ ധരിച്ചു. 3 കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന സ്ത്രീകളോട് നിങ്ങൾ നീച്ച് നിന്നിട്ട് ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ വസ്ത്രത്തിലുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞാൽ, ഇതെല്ലാം ഉസ്താദേ എൻ്റെ വസ്ത്രത്തിലുണ്ട് എന്ന് പറയാൻ എത്ര ആൾക്കാർക്ക് സാധിക്കും? അതിൽ ഒന്നാമത്തെ എന്താണ് അറിയങ്ങൾ? ഒന്നാമത്തത് ഔറത്ത് മുഴുവൻ മറിഞ്ഞിരിക്കണം. ഷാളൊക്കെ ഇട്ടിട്ടുണ്ട്, എന്നാൽ കുറച്ചും കൂടി മുന്നിലിങ്ങനെ കാണാണ്ട്. കൈയൊക്കെ മറിച്ചിട്ടുണ്ട്, മുക്കാ കയ്യാ, ഫുള്ളല്ല. പർദ്ദൊക്കെ ഇട്ടിട്ടുണ്ട്, എന്നാൽ ഞെരിയാൻ്റെ മുകൾക്കാണ്, ഞെരിയാൻ്റെ അടിയിക്കില്ല. പുരുഷന്മാർക്ക് ഞെരിയാണിക്ക് മുകളിലും സ്ത്രീകൾക്ക് ഞെരിക്ക് താഴെയാണ്. ഇന്നിപ്പോൾ അത് മാറി, ഇന്ന് ഫാഷൻ. സ്ത്രീകളൊക്കെ ഞെരിയാൻ്റെ മുകളിൽ, ഈമാനൊക്കെ കയറി ഞെരിയാൻ്റെ മുകളിൽ എല്ലാവരും വസ്ത്രം, പുരുഷന്മാരുടെ വസ്ത്രം ഞെരിയാൻ്റെ താഴെ. രണ്ടാമത്തത്, ശരീരത്തിൻ്റെ ആകാരം വെളിപ്പെടുന്ന വസ്ത്രമാവാൻ പാടില്ല. ഒരു പർദ്ദ ഇട്ടാൽ ആ കയ്യതാണ്, കാലിതാണ്, അങ്ങനെ തുടയോട് ചേർന്ന് ഒട്ടി നിൽക്കുന്ന അങ്ങനത്തെ വസ്ത്രം ധരിക്കാൻ പാടില്ല. മൂന്നാമത്തത്, ശരീരത്തിൻ്റെ മേനി കാണുന്ന വസ്ത്രമാകാൻ പാടില്ല. ഒരു പർദ്ദ കൊടുന്നാൽ പിന്നെ അങ്ങ് ടൈറ്റാക്കി ധരിക്കാതിരുന്നാൽ എത്രത്തോളം നല്ല രീതിയിൽ കാണോ അതുപോലെ ധരിച്ചാലും കാണുന്നൊരവസ്ഥ. ഒരു പർദ്ദ കൊടുന്ന പിന്നെ അതിന് ഒന്നും ചെയ്യാനില്ല, അതാ രൂപത്തിലാണ് അടിച്ചുണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ 3 കാര്യങ്ങളില്ലാതെ നമ്മളിൽ എത്ര നമ്മുടെ ഭാര്യമാർ, അതുപോലെ തന്നെ നമ്മുടെ മക്കൾ, നമ്മുടെ സഹോദരിമാർ, എത്ര ആൾക്കാർ വസ്ത്രം ധരിച്ചിട്ടുണ്ടാവും? ഈ വസ്ത്രധാരണ അവർക്കില്ല എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവർക്ക് സ്വർഗ്ഗം ലഭിക്കൂല എന്നാണ്. മൂന്നാമതായിക്കൊണ്ട് സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത്, ഭർത്താക്കന്മാരെ കാര്യം വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണേ എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് 4 കാര്യങ്ങൾ
നിസ്കാരം, നോമ്പ്, ഗുഹ്യാവയവം സൂക്ഷിക്കുക. നാലാമത് പറഞ്ഞത് ഭർത്താവിൻ്റെ തൃപ്തി നേടിയെടുക്കുക. ഇത് നാലും ഒരു സ്ത്രീക്കുണ്ട് എങ്കിൽ അവൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. ചെറിയ കാര്യമാണ് ഞാൻ പറയുന്നില്ല, പക്ഷേ അത് നേടിയെടുക്കാൻ സാധിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, അയ്യു മംറഅത്തിൻ മാതത്, ഏതൊരു സ്ത്രീ മരണപ്പെട്ടു പോയോ, വസൗജുഹാ റാളിൻ അൻഹ, അവളെ തൊട്ട് അവളുടെ ഭർത്താവ് തൃപ്തയാണെങ്കിൽ അവൾ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞത്. വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്ന ഒരു ഭാര്യ, റസൂലുള്ളാഹി പറഞ്ഞത് നോക്കിയാൽ സന്തോഷിപ്പിക്കുന്നതാണ്. നമ്മൾ പരാതികൾ മാത്രം പറയുന്നവരാണോ? നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഒരു തമാശക്ക് ഇങ്ങനെ എപ്പോഴും പിന്നെ സാധാരണ പറയലിന് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരു സ്ത്രീ പണ്ട് എപ്പോഴും ഇങ്ങനെ പിന്നെ പരാതി പറയുന്നതാണ്, അരിയില്ല കേട്ടോ, അതേപോലെ തന്നെ പഞ്ചസാരയില്ല, ഗോതമ്പില്ല, അതിങ്ങനെ പറയുന്നതാണ്. അപ്പോൾ ഒരിക്കലും ഭർത്താവ് പറഞ്ഞു അത്രേ, എന്തെങ്കിലും ഒന്ന് ഉണ്ട് എന്ന് പറയുമോ, എന്തെങ്കിലും ഒന്ന് ഉണ്ട് എന്ന് പറയുമോ. അതിൽ പിറ്റേദിവസം രാവിലെ പോകുമ്പോൾ ഭാര്യ പറഞ്ഞത്രേ, അരി കഴിഞ്ഞിട്ടുണ്ട്, പഞ്ചസാര കഴിഞ്ഞിട്ടുണ്ട്, ഗോതമ്പ് കഴിഞ്ഞിട്ടുണ്ട്. ആ രൂപത്തിൽ പരാതി മാത്രം പറയുന്നവരാകരുതെന്നാണ് നമ്മൾ. ഇതേപോലെ തന്നെ പ്രിയമുള്ളവരെ ഭർത്താക്കന്മാർ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട്, ഇതൊരു വലിയ മേഖലയാണ്, നമ്മൾ സംസാരിക്കാൻ സമയമില്ല, ഞാൻ തൊട്ടു പോകുമെന്ന് മാത്രം. പിന്നെ ഭാര്യമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഭർത്താവ് അവരിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം റെസ്പെക്റ്റാണ്, ബഹുമാനം. അതുമാത്രം കൊടുത്താൽ തന്നെ അവർക്ക് തൃപ്തിയാണ്. ഒരു കല്യാണത്തിന് പോയിട്ട് സമയം കിട്ടി, പിന്നെ ഇങ്ങളോട് പോരുന്നുണ്ടോ, എത്ര നേരം നിൽക്കണോ, എനിക്ക് പോയിട്ട് ഇപ്പോൾ കുട്ടി സ്കൂളിൽ വരും, ഇപ്പോൾ ഇതാണ്. അപ്പോൾ ബെഡ്റൂമിൽ നമ്മൾ പറയും, എനിക്ക് ബെഡ്റൂമിൽ നിന്ന് അങ്ങനെ പറഞ്ഞാൽ പ്രശ്നം ഉണ്ടായില്ല, ആൾക്കാരുടെ എന്നൊക്കെ പറയേണ്ടിയിരുന്നില്ല, അപ്പം ഞാൻ ഒരു കുറവായില്ലേ. അപ്പോൾ റെസ്പെക്റ്റ്, ബഹുമാനം. അതേപോലെ തന്നെ എനിക്ക് തിരിച്ചു പറയാനുള്ളത്, ഭാര്യമാർ അവരാഗ്രഹിക്കുന്നത് ഒരു പരിഗണനയാണ്, അവർക്ക് ലഭിക്കേണ്ട ഒരു കെയറിങ് ആണ്, ഒരു പരിഗണന. അത് ധാരാളം കൊടുത്താൽ അവർ തൃപ്തരാണ്, അവരതിൽ തൃപ്തരാണ്. ഒരു കഥ പറയാറുണ്ട്, ഇതേപോലെ തന്നെ പണ്ട് ഒരു മനുഷ്യൻ എന്ത് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താലും ഭർത്താവ് എന്ത് ചെയ്യൂല, നല്ലത് പറയില്ല, എന്തെങ്കിലും ഒരു കുറ്റം കണ്ടെത്തിയിട്ട് അതിന് കുറ്റം പറയുന്നതാണ്. അങ്ങനെ ഒരിക്കലും ഇയാളൊരു പ്രസംഗത്തിനൊക്കെ പോയിട്ട് കുറേ പ്രസംഗമൊക്കെ കേട്ടിട്ട് ഭാര്യമാരെ നല്ലത് പറയണം, പിന്നെ ഭക്ഷണം ഉണ്ടാക്കിയാലും നല്ലത് പറയണം എന്നൊക്കെ കേട്ടപ്പോൾ ഇയാൾ അന്ന് എന്ത് ചെയ്തു, ശരിയാണ്, വീട്ടിൽ ചെന്നിട്ട് അന്ന് നല്ല മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഇയാൾ പറഞ്ഞത്രേ, ഇന്ന് അടിപൊളിയായിട്ടുണ്ട്, ഇന്നത്തെ ഭക്ഷണമാണ് ഇതുണ്ടാക്കിയതിൽ നല്ല ഭക്ഷണം എന്നൊക്കെ കുറേ പുകഴ്ത്തി. അതോടുകൂടി വീട്ടിൽ പ്രശ്നം തുടങ്ങി. എന്താ കാരണം? അന്നത്തെ ഭക്ഷണം അപ്പുറത്തെ വീട്ടിൽ ആമിനാത്ത് ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് കുറച്ച് കൊടുത്തയച്ചായിരുന്നു. അതോടുകൂടി എന്ത് ചെയ്തു, പ്രശ്നം തുടങ്ങിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് പരിഗണന, അതുപോലെ തന്നെ തിരിച്ച് റെസ്പെക്റ്റ്, ഇത് രണ്ടും കിട്ടണം. ഇതിലൂടെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ള ഒരു ജീവിതം എത്ര വലുതാണ്. വജഅല ബൈനക്കും മവദ്ദത്തും റഹ്മ, ആ മവദ്ദത്തും റഹ്മത്തും നമുക്ക് കിട്ടുമ്പോഴേ ജീവിതം സന്തോഷമാവുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ചെറിയ ചെറിയ അശ്രദ്ധകൾ കാരണം സ്വർഗം നഷ്ടപ്പെട്ടു പോകരുതേ എന്നാണ് ഞാൻ പറഞ്ഞത്. സ്വർഗം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതിലും എത്രയോ അപ്പുറമല്ലേ, നമ്മളൊക്കെ ചിന്തകൾക്ക് എത്രയോ അപ്പുറമാണ് സ്വർഗം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ്, ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅ്തീമാ ഇല്ലാ ഖീലൻ സലാമൻ സലാമാ, സമാധാനം, ഇതല്ലാത്തൊന്നും അവിടെ കേൾക്കില്ല എന്നാണ്. അങ്ങനത്തെ ഒരു ലോകമാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ. എന്നാൽ നരകം എന്ന് പറഞ്ഞാലോ, പിന്നെ അവിടെ ഒരിക്കലും പിന്നെ തണുത്തൊരു പാനീയം കൊടുക്കൂല, അതേപോലെ തന്നെ അവർക്ക് അവിടെ ആസ്വാദം നൽകുന്നൊരു പാനീയം കിട്ടൂല. യശ്വിൽ വുജൂ, ചില പിന്നെ പാനീയം എടുക്കുമ്പോഴേക്ക് മുഖത്തെ തൊലിയെല്ലാം കരിഞ്ഞു പോകും. സറാബീലുഹും മിൻ ഖത്റാൻ, ടാറൊരുക്കിയ വസ്ത്രമാണ് അവിടെ ധരിക്കാൻ കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ എത്ര ഭീകരമാണ് നരകം. അതുകൊണ്ട് ചെറിയ ചെറിയ നമ്മൾ അശ്രദ്ധകൾ കാരണം ആ നരകത്തിലേക്ക് എത്തി സ്വർഗം നഷ്ടപ്പെടരുതേ എന്നാണ് പറഞ്ഞത്. പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് അവസാനമായി പറയാനുള്ളത്, ഈ സ്വർഗത്തിലേക്ക് എത്താൻ, ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് ആവശ്യമായ റൂട്ട് മാപ്പ് നമ്മളെ കൈകളിലുണ്ട്. അതിൻ്റെ റൂട്ട് മാപ്പ് നമ്മളെ കൈകളിലുണ്ട്. അതൊന്ന് തർത്തീബാക്കിയാൽ മാത്രം പോരെ. പരിശുദ്ധ ഖുർആനാണത്. ഈ പരിശുദ്ധ ഖുർആൻ അതാണ് റൂട്ട് മാപ്പ്. സ്വർഗത്തിലേക്ക് എങ്ങനെ എത്തണം, നരകത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം. പ്രിയമുള്ളവർ, ഇത് നമ്മുടെ കൈകളിലുണ്ട്. ഇത് പഠിക്കാതെ, ഇതിനെക്കുറിച്ച് ചിന്തിക്കാതെ, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാതെ മരണപ്പെട്ടു പോയാൽ നിങ്ങൾ ആലോചിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, അവിടെ ഹൃദയങ്ങൾ പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ, ഖുർആനെക്കുറിച്ച് ഒരു ചിന്തിക്കണില്ലേ, ഖുർആനെക്കുറിച്ച് ചിന്തിക്കണില്ലേ. പ്രിയമുള്ളവരെ, ഞങ്ങളോട് ചോദിക്കട്ടെ, നമ്മളെന്നും രാത്രി കടക്കാൻ നേരത്ത് ഓതുന്ന സൂറത്തുൽ ഇഖ്ലാസും ഫലഖുൻ നാസും, 17 പ്രാവശ്യം നമ്മളൊരു ദിവസം ഓതുന്ന സൂറത്തുൽ ഫാത്തിഹ, 5 വക്ത് നമസ്കാരങ്ങൾക്ക് ശേഷവും നമ്മൾ ഓതേണ്ട ആയത്തുൽ കുർസി, രാത്രി കടക്കാൻ നേരത്ത് ഓതുന്ന ആമന റസൂല്, ഇതിൻ്റെ അർത്ഥമൊക്കെ നമുക്കറിയോ, ഇതിൻ്റെ ആശയം നമുക്കറിയോ? ഇതൊന്നും മനസ്സിലാക്കാതെ, ഇതൊന്നും പഠിക്കാതെ
നമ്മൾ സ്വർഗത്തിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നതിൽ എന്തർത്ഥാണില്ല. അല്ലാഹ് നിൻ്റെ ഖുർആനിന് മുന്നിൽ എൻ്റെ ഹൃദയം ഞാൻ തുറന്നു വെച്ചിട്ടുണ്ട് എന്ന് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും? അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ആ വിഷയം നമ്മൾ നോക്കിക്കാണണം. ഖുർആനിലേക്ക് മടങ്ങലല്ലാതെ ഒരു പരിഹാരം നമുക്കില്ല. ഇസ്ലാമിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഉത്തരമില്ലാത്ത ചോദ്യം ഇസ്ലാമിലില്ല, പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളും ഖുർആനിലില്ല. പരിഹാരമില്ലാത്ത ഒരു പ്രശ്നം പോലും ഖുർആനിലില്ല. കാരണം അള്ളാഹ് ഈ ഖുർആൻ അവതരിപ്പിച്ച് തന്നെ പറഞ്ഞാൽ എന്താ അറിയോ? യാ അയ്യുഹന്നാസു ഖദ് ജാഅത്കും മൗഇളത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ. ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ മൗഇളത്തും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്നുള്ള സതുപദേശമാണ്. അള്ളാഹ് നമുക്ക് നമ്മളെ മനസ്സിനെ സൃഷ്ടിച്ച, നമ്മളെ പ്രശ്നങ്ങളെ സൃഷ്ടിച്ച, നമ്മളെ പ്രവർത്തനങ്ങളെ സൃഷ്ടിച്ച അള്ളാഹ് പറയാണ് ഇത് അള്ളാഹുവിൽ നിന്ന് സതുപദേശമാണ്. വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ, ഇത് ഹൃദയങ്ങൾക്കുള്ള ശമനമാണ്. ഹൃദയങ്ങളെ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, വേദനകൾ എല്ലാത്തിനുള്ള പരിഹാരം ഈ ഖുർആനിലുണ്ട്. ഫബിദാലിക ഫൽയഫ്റഹൂ, അതുകൊണ്ട് ആ ഖുർആനെ കൊണ്ടവർ സന്തോഷിച്ചു കൊള്ളട്ടെ. ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, അവരൊരുമിച്ച് കൂട്ടുന്ന എല്ലാത്തിനേക്കാളും ഉത്തമമാണ് ഈ ഖുർആൻ എന്നാണ് ഞാൻ പറഞ്ഞ പരിഹാരമില്ലാത്തൊരു പ്രശ്നം. കഴിഞ്ഞ ദിവസം 2 കോളുകൾ എനിക്ക് വന്നത്. ഒന്ന്, ഒരാൾ വിളിച്ചിട്ട് അയാളിങ്ങനെ പറഞ്ഞു, ഉസ്താദേ, അയാൾ ക്ലാസ്സൊക്കെ കേട്ടിട്ട് ഇങ്ങനെ എവിടുന്ന് നമ്പറൊക്കെ കിട്ടിയ അയാൾ വിളിച്ച് പറയാണ്, ഉസ്താദേ വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ഭാര്യയ്ക്ക് ഇന്ന പ്രശ്നമുണ്ട്, മക്കൾക്ക് ഇന്ന പ്രശ്നമുണ്ട്. അപ്പോൾ കുറേ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് അയാളിങ്ങനെ പറഞ്ഞു, പിന്നെ സാമ്പത്തികമായിട്ട് വളരെ പ്രയാസത്തിലാണ്, ബുദ്ധിമുട്ടാണ്. അപ്പോൾ അയാൾ സമ്പത്തിന് വിളിച്ചതോ ഒന്നും വിളിച്ചോന്നല്ല. എന്നാൽ അയാളിങ്ങനെ പറഞ്ഞു, ഉസ്താദേ ഞങ്ങളൊരു ക്ലാസ് കേട്ടിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു മഹത്വം പറയാൻ വേണ്ടി പറയില്ല, ഒരു ഖുർആൻ ക്ലാസ്, ഏതൊരു ഖുർആൻ ക്ലാസ്സിനെ അയാൾ പങ്കെടുത്തിട്ട് അദ്ദേഹം പറയാണ്, പിന്നെ ഉസ്താദ് എനിക്കറിയാം, അതുകൊണ്ട് ആ ഖുർആനിൽ നിങ്ങളന്ന് പറഞ്ഞു തന്ന ചില കാര്യങ്ങൾ, അതുകൊണ്ടാണ് ഞാൻ അന്ന് പിടിച്ചിക്കണത്. എനിക്കറിയാം അള്ളാഹു എന്നെ പരീക്ഷിക്കണത് അള്ളാഹ്ക്കിനെ ഇഷ്ടമല്ലോണ്ട്, എനിക്കറിയാത്. നിങ്ങൾ ആലോചിച്ചു, അയാൾക്ക് ആ സമാധാനം വേറെ എന്തെന്നാ കിട്ടുക? അതുപോലെ കഴിഞ്ഞ ദിവസം ഗൾഫിൽ നിന്ന് ഒരാൾ വിളിച്ചു. അയാൾ 10 ലക്ഷം രൂപയാണ് ആ കുടുംബത്തിൻ്റെ മാസവരുമാനം. 10 ലക്ഷം രൂപ, ഭാര്യയ്ക്കും ഭർത്താവിനും പാടെ 10 ലക്ഷം രൂപ മാസവരുമാനം. ഇപ്പോൾ ഭാര്യയ്ക്കൊരു വലിയ അസുഖം വന്ന്, ഒരു മെൻ്റൽ പോലത്തെ അസുഖം വന്ന് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഞാൻ ഉസ്താദ് കുടുംബക്കാരോട് പോലും പറഞ്ഞിട്ടില്ല എന്തതിന് പരിഹാരം എന്നാണ് ഞാൻ പറഞ്ഞത്. എന്താ അയാൾക്കൊരു പരിഹാരം പറഞ്ഞത്? നിങ്ങൾക്കൊരു 10,000 റുപ്യ ഞാൻ തരാമെന്ന് പറഞ്ഞാൽ അയാൾക്ക് സമാധാനം കിട്ടുമോ? ഒരു ആശുപത്രിയിൽ ഞങ്ങളെ കൊണ്ടാക്കാരനാ സമാധാനം കിട്ടുമോ? ഏറ്റവും വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ്. ഞാൻ ഖുർആൻ്റെ കുറച്ച് ആശയങ്ങൾ പറഞ്ഞു കൊടുത്തു, ഖുർആനിലെ ചില മരുന്നുകൾ പറഞ്ഞു കൊടുത്തു. അയാൾക്ക് സമാധാനം കിട്ടി, അയാൾക്ക് ആശ്വാസം കിട്ടി. എത്ര പ്രാവശ്യം അയാൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞത് അറിയും? കാരണം അത് അള്ളാഹ് പറഞ്ഞതാണ്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. പട്ടിണി കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും, ഭയം കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും, രോഗങ്ങൾ കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും, മരണം കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും. ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്തയുണ്ട്. ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ വഉലൈക ഹുമുൽ മുഹ്തദൂൻ. അവരാണ് സന്മാർഗത്തിലായവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ഖുർആനിലേക്ക് മടങ്ങല്ലാതെ നമ്മുടെ ജീവിതത്തിന് സമാധാനം കിട്ടാൻ വേറൊരു വഴിയില്ല. ഇത് നമ്മളെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മളെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. കഴിഞ്ഞ ദിവസം ഒരു 16-17 വയസ്സുണ്ടാവും ഒരു പയ്യൻ എനിക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ഒന്ന് സംസാരിക്കണം. ആയിക്കോട്ടെ, ഞാൻ അവനെക്കുറിച്ച് പഠിച്ചു ആദ്യം. അപ്പോൾ പഠിച്ചപ്പോൾ നല്ലൊരു കുടുംബമാണ്, അവർ ഗൾഫിൽ സെറ്റിലാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. അതുമാത്രമല്ല, പിന്നെ ഖുർആൻ ഹിഫ്ള് പഠിച്ച് അവരെ സ്കൂളിലൊരു കോമ്പറ്റീഷൻ നടന്നപ്പോൾ ലബനാനികൾ, പാകിസ്ഥാനികൾ, അറബികളൊക്കെ കവച്ച് വെച്ച് ഇവൻ ഫസ്റ്റ് റാങ്കാണ്. എന്നാൽ അവന് സ്വർണ്ണ നാണയം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ മനസ്സിലാക്കി. വിചാരിച്ചു എന്താ അവന് പ്രശ്നം ഉണ്ടാവും, എന്തെങ്കിലും ഒരു ദിക്ർ എന്തെങ്കിലും പറഞ്ഞു കൊടുത്ത, ഒരു ഉപദേശം പറഞ്ഞു കൊടുത്താൽ മതിയോ. ഞാൻ പറഞ്ഞു വീട്ടിലേക്ക് പോയോ. അങ്ങനെ വീട്ടിലേക്ക് വന്നു, സംസാരിച്ചപ്പോൾ മനസ്സിലായി ഇത് ചെറിയ പ്രശ്നമല്ല. ഞാൻ പറഞ്ഞു രണ്ടാമതൊരു ദിവസം വരണം. രണ്ടാമതൊരു ദിവസം ഒന്ന് രാത്രി സിംഹഭാഗം സംസാരിച്ചു. അത് സംസാരിച്ചപ്പോൾ ഒരു വലിയ പാപം, നമ്മുടെ പറയണില്ല, ഒരു വലിയ തെറ്റ് അത് രഹസ്യമായി വളരെ കൃത്യമായി അവൻ കൊണ്ടു നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുത്തു, ഇത് ഇങ്ങനെയൊക്കെ തെറ്റാടാ, ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്, ഭൗതികമായിട്ടും പ്രശ്നമുണ്ട്, മതപരമായിട്ടും പ്രശ്നമുണ്ട്. അത് പറഞ്ഞപ്പോൾ അവൻ എന്നോട് എന്താ പറഞ്ഞത്, ഇവിടെ കൂടിയ ഓരോ മാതാപിതാക്കളോടും ഞാൻ പറയാണ്, അവൻ എന്നോട് പറഞ്ഞത് എന്താ അറിയോ, ഉസ്താദേ
എന്നിട്ടും ഇതിൻ്റെ ഉമ്മയപ്പം എനിക്ക് പറഞ്ഞെന്നില്ലല്ലോ. 16 വർഷം 17 വർഷമായിട്ട് എൻ്റെ ഉമ്മയും എൻ്റെ അപ്പയും ഇതൊരു തെറ്റാണ് എന്ന് എനിക്ക് പറഞ്ഞെന്നില്ലല്ലോ. പ്രിയമുള്ളവരെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മളെ മക്കൾ ഓരോ തെറ്റിലും പെട്ട് അവർ എൻ്റെ ഉമ്മയും എൻ്റെ അപ്പയും എനിക്ക് പറഞ്ഞു തരാത്തത് കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് പെട്ടത് എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ മുന്നിൽ നമ്മൾ എന്ത് മറുപടി പറയും? നാളെ റബ്ബിൻ്റെ മുന്നിലെത്തി അവൻ ഈ പ്രശ്നത്തിൻ്റെ ഈ പാപത്തിൻ്റെ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങാൻ നിൽക്കുമ്പോൾ, അള്ളാ എൻ്റെ മാതാപിതാക്കൾ എനിക്ക് ഭക്ഷണം തന്നു, എനിക്ക് വെള്ളം തന്നു, എനിക്ക് വിദ്യാഭ്യാസം തന്നു, വസ്ത്രം തന്നു, 20 വർഷം എൻ്റെ കൂടെ ഉണ്ടായിട്ട് ഇങ്ങനൊരു പാപം പരലോകത്ത് ഇന്നെ വലിയ ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കുമെന്ന് അവർ പറഞ്ഞു തന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ മുമ്പിൽ നമ്മൾ എന്താ പറയുക? അതുകൊണ്ട് പ്രിയമുള്ളവരെ, പഠിപ്പിച്ചു കൊടുക്കുക, മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക, നമ്മൾ പഠിക്കുക. ഇതല്ലാതെ നമുക്ക് പരിഹാരമില്ല. നമുക്ക് ഇവിടെയൊക്കെ പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. എല്ലാ ചൊവ്വാഴ്ചകളിലും നമ്മളെ ക്ലാസ് എന്ത് ചെയ്യുന്നുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ മദ്രസയിൽ വെച്ചിട്ട് അവിടെ വന്ന് പഠിക്കുക, ഖുർആൻ പഠിക്കുക, ഖുർആനിലേക്ക് മടങ്ങുക. ഇതല്ലാതെ സമാധാനം കിട്ടാൻ നമുക്ക് വേറെ പരിഹാരങ്ങളെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഏതായിരുന്നാലും പ്രിയമുള്ളവരെ, മരണം പുലുകുന്നതിന് മുമ്പ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് നന്മകൾ ധാരാളമായിട്ട് നമ്മൾ വാരിക്കൂട്ടുക. സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ആവശ്യമായ കർമ്മങ്ങൾ നമ്മൾ ഒരുപാട് ചെയ്തു കൂട്ടുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെല്ലാം സ്വാലിഹായി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ അള്ളാഹു സ്വാലിഹാമലായി സ്വീകരിക്കുമാറാകട്ടെ. ഇതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കത്തിജ്വലിക്കുന്ന അവൻ്റെ നരകത്തിൽ നിന്നും അവൻ നമ്മളെ നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ റബ്ബന തഖബ്ബൽ മിന്നാ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.